നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു പ്രൊജക്റ്റിൽ ഒരു ആർക്കിടെക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, ഒരു ഡിസൈനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം നോക്കുന്നത് സൈറ്റിന്റെ ഒരു ടോപ്പോഗ്രഫിയാണ് നോക്കുന്നത്. അതിനുശേഷം സണ്ണിന്റെ ഡയറക്ഷൻ, വിൻഡിന്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ സ്ഥലം നിൽക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ഡിഫറെന്റ് ലെവലിലാണോ നിൽക്കുന്നത്, അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം, എവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്, ഇതിലൂടെയൊക്കെ വെള്ളം പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഒരു ബേസിക് ഡിസൈൻ നോക്കുന്നത്. അതുപോലെ തന്നെ റോഡ് ആക്സസ്, ബിൽഡിംഗ് ഏത് ഭാഗത്തേക്ക് ഫേസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കേരളത്തിലുണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടാക്കുന്ന ബിൽഡിംഗ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് നമ്മളുടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെഡ് എൻഡ്സും സ്പേസ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് ഏരിയ, പ്രൈവറ്റ് ഏരിയ തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെഡ് സ്പേസുകൾ ഉണ്ടാവാൻ പാടില്ല, മാക്സിമം സ്പേസ് യൂട്ടിലൈസ്ഡ് ആയിരിക്കും. അതുകൂടാതെ തന്നെ എസ്തെറ്റിക് ലെവൽ നോക്കുമ്പോഴും എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഒരു ബിൽഡിംഗ് റെന്റിന് കൊടുക്കുകയാണെങ്കിലും ഒരു സെയിലിന് ഇടുകയാണെങ്കിലും അതിന്റെ ആ ഒരു ഡിസൈൻ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റവന്യൂ അട്രാക്ട് ചെയ്യാൻ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ പ്രൊപ്പോസിഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ ബിൽഡിങ്ങിനേക്കാൾ വളരെ നല്ല ഒരു വാല്യൂ ഇത്തരം ഡിസൈനർ ബിൽഡിങ്സിന്, അതല്ലെങ്കിൽ ഒരു പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ബിൽഡിംഗ്, AC-യുടെ റണ്ണിങ് കോസ്റ്റ് ആണെങ്കിലും എനർജി കൺസംഷന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ലാഭങ്ങൾ ക്ലയന്റിന് ഉണ്ടാക്കി തരുന്ന ഒരു മേഖലയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധ വേണ്ട ഏരിയയാണ് സോണിംഗ് ആൻഡ് റെഗുലേഷൻസ്. സോണിംഗ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ഏരിയ എത്രയുണ്ട്, പബ്ലിക് ഏരിയ എത്രയുണ്ട്, സർവീസ് ഏരിയ എത്രയുണ്ട് എന്നുള്ള ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ആസ്പെക്റ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ സോണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ട ഒരു കാര്യം ഡിസൈനിൽ ഉൾപ്പെടുത്തുവാൻ ആർക്കിടെക്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിൽഡിംഗ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് ആർക്കിടെക്ട് ഡിസൈനിന്റെ സമയത്ത് തന്നെ എല്ലാ ബിൽഡിംഗ് കോഡ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഡിസൈൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഓപ്പറേഷൻ കോസ്റ്റ്, എയർ കണ്ടീഷനിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റിംഗ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ നന്നായി ഡിസൈൻ ചെയ്ത ബിൽഡിങ്ങിൽ, വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത ബിൽഡിങ്ങിൽ ഈ കോസ്റ്റുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ റണ്ണിങ് പീരീഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി തരുന്നതാണ് ഈ ഡിസൈനിന്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് റണ്ണിങ് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ തുടങ്ങിയ ഇതൊക്കെ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ റൂമിൽ നിന്ന് ഉള്ള കാഴ്ചകൾ, ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ് ആർക്കിടെക്ട് ആ ബിൽഡിങ്ങിനെ ഓറിയന്റേഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ റൂം ഗസ്റ്റ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ആ ഒരു ഡിസൈനിന്റെ മികവ് കൊണ്ട് മാത്രം എത്രത്തോളം ഒരു ക്ലയന്റിന് റവന്യൂ കൊണ്ടുവരാം എന്നുള്ളത് ഒരു ആർക്കിടെക്ചർ മേഖലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ഡിസൈനിന്റെ സമയത്ത് തന്നെ പിക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കണം എന്നുള്ളത്. ആ മെറ്റീരിയൽ സെലക്ഷൻ അല്ലെങ്കിൽ ആ ഡിസൈനിങ് ടൈമിൽ തന്നെയാണ് ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ ഒരു 80% തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഡിസൈനിന്റെ പ്രത്യേകത കൊണ്ട് മാത്രം നമുക്ക് ബിൽഡിംഗ് കോസ്റ്റും കൺസ്ട്രക്ഷൻ കോസ്റ്റും എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ക്ലയന്റുമായിട്ട് ആ സമയത്ത് തന്നെ ആർക്കിടെക്ട്സ് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ സാധ്യതകൾ വരുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസും കൂടി നേരത്തെ തന്നെ പ്ലാനിങ് ടൈമിൽ തന്നെ ചെയ്തു വയ്ക്കാൻ അവർ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് നമ്മുടെ ബിൽഡിംഗ് ഡിസൈൻ ഉണ്ടാവണം എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ്.